വന്ദേ ഭാരത് ആഘോഷിക്കപ്പെടുകയാണ്. വ്യത്യസ്തമായ അഭിപ്രായവുമായി മെട്രോമാൻ രംഗത്ത്. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ പ്രായോഗികമല്ല എന്നാണ് മെട്രോ റെയിൽ കോർപ്പറേഷൻ മുൻ MD ഇ ശ്രീധരന്റെ പ്രസ്താവന. 160 കിലോമീറ്റർ വേഗതയിൽ പോകാൻ ശേഷിയുള്ളതാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. കേരളത്തിൽ നിലവിലുള്ള ട്രാക്കുകൾ വെച്ച് ശരാശരി 90 കിലോമീറ്റർ വേഗതയെ വന്ദേ ഭാരതിന് ലഭിക്കുകയുള്ളൂവെന്നും ഇത് വിഡ്ഢിത്തമാണെന്നും ശ്രീധരൻ പറയുന്നു. നിലവിൽ ട്രാക്കുകളിൽ പരമാവധി 100 കിലോമീറ്റർ വേഗതയാണ് പറയുന്നത്. എന്നാൽ 90 മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ശ്രീധരൻ പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു മെട്രോമാന്റെ പ്രതികരണം. അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസുകൾ പരമാവധി വേഗത്തിലോടാൻ സൗകര്യമൊരുക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ. ട്രാക്കുകളുടെ അറ്റകുറ്റപ്പണികൾ അതിവേഗത്തിൽ പൂർത്തിയാക്കും. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. റെയിൽവേ ട്രാക്ക് ബലപ്പെടുത്തുന്നതും നിവർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇതിനു പുറമെ എറണാകുളം ഷൊർണൂർ റൂട്ടിൽ 3-ാം വരി പാതയുടെ സർവേയും തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയും പിന്നീട് 130 ഉയർത്താനുമാണ് ലക്ഷ്യമിടുന്നത്. വന്ദേ ഭാരതിന്റെ വേഗതയ്ക്ക് പ്രധാന തടസ്സം ട്രാക്കിന്റെ വളവും തിരിവുമാണ്. ചെറിയ വളവുകൾ നിവർത്തുന്ന പ്രക്രിയയാണ് നിലവിൽ നടക്കുന്നത്. റെയിൽവേ പാളത്തോട് ചേർന്ന് കിടക്കുന്ന മെറ്റൽ ഉറപ്പിക്കാനും ഉയരം കൂട്ടാനുമുള്ള പണികളും നടക്കുന്നുണ്ട്. കൂടാതെ ഉയർന്ന ശേഷിയുള്ള സ്ഥിരം സ്പീഡ് നിയന്ത്രണമുള്ള സ്ഥലങ്ങളിൽ അതിന്റെ കാരണങ്ങളും പരിഹരിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് പഠനം ആരംഭിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റ് ദീർഘദൂര ട്രെയിനുകളുടെ വേഗതയും കൂടും. തിരുവനന്തപുരം, കായംകുളം, ഷൊർണൂർ, എറണാകുളം സെക്ഷനുകളിൽ 110 കിലോമീറ്റർ വേഗത കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. ഭാവിയിൽ ഇത് 130 കിലോമീറ്റർ വേഗതയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഷൊർണൂർ മംഗലാപുരം സെക്ഷനിൽ മാത്രമാണ് 110 കിലോമീറ്റർ വേഗം സാധ്യമാകുന്നത്. ഷൊർണൂർ റൂട്ടിൽ 110 കിലോമീറ്റർ വേഗതയിൽ 3-ാം വരി പാതയാണ് ആലോചിക്കുന്നത്. ഏപ്രിൽ 14-നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലെത്തിയത്. 22-ന് ട്രയൽ റൺ നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. 16 കോച്ചുകളാകും എക്സ്പ്രസിനുണ്ടാവുക. 24-ന് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25-ന് തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്തേക്കും. കേരയിൽ പദ്ധതിയെക്കുറിച്ച് കേരളത്തിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ കേരയിൽ പദ്ധതിയിലുള്ള അപ്രായോഗികത എന്തൊക്കെയാണ് എന്ന് മെട്രോമാൻ വിശദീകരിച്ചിരുന്നു. കേരളത്തിൽ എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ആ സമയത്ത് ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ചു കൊടുത്തത് മെട്രോമാൻ്റെ വാക്കുകൾ തന്നെയാണ്. അതിൽ വന്ദേ ഭാരത് എന്ന പുതിയ ട്രെയിൻ സർവീസ് കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിനെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മെട്രോമാൻ്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു അശനിപാതം പോലെയാണ് ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്നത്. പലരും വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങൾ, വന്ദേ ഭാരതിൻ്റെ മികച്ച വേഗത ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന ആ ഒരു കാലത്തെക്കുറിച്ച്, ആ ഒരു സമയത്തെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അവസരമാണ് ഇത്. ആ അവസരത്തിലാണ് ഇത്തരത്തിൽ മെട്രോമാൻ്റെ വാക്കുകൾ പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തിൻ്റെ പാതകൾക്ക്, കേരളത്തിൻ്റെ റെയിൽവേ പാതകൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മാക്സിമം വേഗതയിൽ തുടക്കത്തിൽ വേഗം കുറഞ്ഞാലും പിന്നീട് വേഗം കൂട്ടിക്കൊണ്ട് വരാം എന്നാണ് റെയിൽവേ പറയുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എന്തൊക്കെയായാലും വന്ദേ ഭാരത് പോലെയുള്ള ഒരു ട്രെയിൻ സംവിധാനം കേരളത്തിലും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നതും ഭാരതത്തിൻ്റെ ഗതാഗത സംവിധാനങ്ങൾ കുറച്ചുകൂടി മികച്ചതാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്.